Dear students, DBMS ലാബിൻ്റെ അടുത്ത സെഷനായ സ്റ്റോർഡ് പ്രൊസീജിയറിലേക്ക് സ്വാഗതം. നമ്മൾ SQL ക്വറീസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റോർഡ് പ്രൊസീജിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് പ്രൊസീജിയർ ഈസ് എ പ്രിപ്പയർഡ് SQL കോഡ് ദാറ്റ് യു ക്യാൻ സേവ് ഇൻ ഡെസ്ക്ടോപ്പ് ഓർ എനിവെയർ ഇൻ സിസ്റ്റം. ഓക്കെ, നമുക്ക് കുറേ ഒരു SQL ക്വറീസിനെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിലോ ഏതെങ്കിലും ഫോൾഡറിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്കതിനെ നമ്മുടെ ഡാറ്റാബേസിലേക്ക് റൺ ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് സിൻടാക്സ് ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് പ്രൊസീജിയർ, പ്രൊസീജിയർ നെയിം, ബിഗിൻ, SQL സ്റ്റേറ്റ്മെൻറ്റ്, എൻഡ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എക്സിക്യൂട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ നമ്മൾ സോഴ്സ് പാത്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പാത്ത് നമ്മൾ സോഴ്സ് ആയിട്ട് കൊടുക്കണം. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുക, കോൾ ഫയൽ നെയിം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു total.sql SQL എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ച് നമ്മൾ സേവ് ചെയ്യണം ആ ഫോൾഡർ ഫയൽ. ഓക്കെ, ഞാനിപ്പോൾ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്ന കമാൻഡ്സ് ഒരു ടേബിൾ ഡ്രോപ്പ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ആൾറെഡി ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട്, പിന്നെ ഒരു സ്റ്റുഡൻറ്റ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും, അതിലേക്ക് ഒരു 3 റോ ഇൻസേർട്ട് ചെയ്യാനും, അതിൽ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ടോട്ടൽ ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3 എന്നും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്രയും കമാൻഡ്സ് നമുക്ക് ഒരു ഫയലിൽ സേവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനായി ഡെസ്ക്ടോപ്പിൽ ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോർഡ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഈ ഫയലിന് ഞാൻ total.sql എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഈ കമാൻഡ്സ് ഞാൻ അതിനുള്ളിൽ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ്സ് എന്നുള്ള ടേബിൾ ആൾറെഡി ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാനും, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, അതിനുള്ളിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ID, നെയിം, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ, ഇത്രയും വരുന്നൊരു ക്രിയേറ്റ് ടേബിൾ. സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്, അത് ടോട്ടൽ കാണാനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്രയും കമാൻഡ്സാണ് ഞാൻ ഈ ഫയലിൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഈ ഫയലിൻ്റെ പാത്ത് നമ്മൾ എടുക്കണം. എവിടെയാണത് കിടക്കുന്നത്? അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ നമുക്ക് അതിൻ്റെ പാത്ത് ഇവിടെ ഉണ്ടാവും. നമുക്കതിനെ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്ത് നമ്മുടെ MySQL പോയി സോഴ്സ് സ്പേസ് നമ്മുടെ ഡാറ്റാബേസിനുള്ളിൽ പോയിട്ട് വേണം ചെയ്യാൻ. സ്റ്റോർഡ് എന്നുള്ള ഫോൾഡറാണ്, അതിൽ total.sql എന്നുള്ള ഫയലിനെ നമ്മൾ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റണ്ണായി. അതിൽ നമ്മൾ ഓൾറെഡി ഒരു കമാൻഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും 3 ഫീൽഡ് ഇൻസേർട്ട് ചെയ്യാനുമാണ് നമ്മളതിൽ ക്വറീസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്ഡേറ്റ് ടോട്ടൽ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റുഡൻറ്റിലുള്ള എല്ലാ ഫീൽഡും റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കുറേ കമാൻഡ്സ് നമ്മളൊരു ഫയലിൽ സേവ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി
ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ വിത്തൗട്ട് പാരാമീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈറ്റ് സ്റ്റോർഡ് പ്രൊസീജിയർ ഫയൽ ഇൻ ടെക്സ്റ്റ് ഫയൽ ഇൻ ഡെസ്ക്ടോപ്പ് ഓർ എനിവെയർ ഇൻ കമ്പ്യൂട്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഡെസ്ക്ടോപ്പിലോ എനിവെയർ ഇൻ ദ കമ്പ്യൂട്ടറിൽ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ നമ്മൾ ഓൾറെഡി നമ്മുടെ MySQL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റോർഡ് പ്രൊസീജിയറിലൂടെ എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ cust.sql എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ സ്റ്റോർഡ് എന്നുള്ളൊരു ഫോൾഡറിൽ തന്നെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റോർഡ് ഉള്ളതിൽ ഞാൻ cust.sql എന്ന പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ ഡ്രോപ്പ് പ്രൊസീജിയർ കസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡീലിമിറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ക്രിയേറ്റ് പ്രൊസീജിയർ കസ്റ്റ്, പ്രൊസീജിയറിൻ്റെ സിൻടാക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൊസീജിയർ നെയിം കസ്റ്റ്, ബിഗിൻ സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് സെമിക്കോളൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. എൻഡ് ഈ ഡീലിമിറ്റർ എൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഡീലിമിറ്റർ സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും ചെയ്യേണ്ടത്. ഇനിയിപ്പം പ്രൊസീജിയർ നെയിമിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഫയൽ സേവ് ചെയ്യേണ്ടത്. cust.sql എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫയൽ നെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സേവ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് വെച്ച് നമുക്ക് റൺ ചെയ്യണം. അതിനായിട്ട് സോഴ്സ്, നേരത്തെ ഒരു സോഴ്സ് അടിച്ചിരുന്നു, ആ പാത്ത് നമ്മൾ കോപ്പി ചെയ്തിരുന്നു. ആ ഫയൽ നെയിം മാത്രം നമുക്ക് മാറ്റി നോക്കാം. cust.sql സെമിക്കോളൻ ഇടുമ്പോൾ അത് റൺ ചെയ്തിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്യാനായിട്ട് നമ്മൾ കോൾ ചെയ്യണം. കോൾ കസ്റ്റ് സെമിക്കോളൻ കൊടുത്താൽ റണ്ണായി. ഇപ്പോൾ കോൾ കസ്റ്റ് എന്നുള്ള ആ സ്റ്റോർഡ് പ്രൊസീജിയർ കോൾ ചെയ്തപ്പോൾ നമുക്ക് കസ്റ്റമർ എന്നുള്ള ടേബിളിലെ വാല്യൂസ് റണ്ണായി. അപ്പോൾ ഈ സ്റ്റോർഡ് പ്രൊസീജിയറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റ് എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും കസ്റ്റ് എന്നുള്ള റൺ ചെയ്യുന്ന സമയത്ത് എറർ വരും. ഇനി ഡീലിമിറ്റർ എന്നുള്ളൊരു സംഭവം നമ്മൾ കൊടുക്കണം. അതായത് ഡീലിമിറ്റർ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൊടുക്കുക, മനസ്സിലായോ? ക്യാരക്ടറോ വൈൽഡ് കാർഡ് ക്യാരക്ടറോ എന്തെങ്കിലും കൊടുക്കാം. ക്രിയേറ്റ് പ്രൊസീജിയർ കസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുക. ബിഗിൻ സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ്, അതിൻ്റെ ഉള്ളിൽ SQL queries കൊടുത്തു, എൻഡ് ചെയ്തു. ഈ ഡീലിമിറ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഡീലിമിറ്റർ എഴുതി ഒരു സെമിക്കോളൻ ഇടണം. ഓക്കെ, ഇത്രയാണ് നമ്മളത് ചെയ്തത്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സോഴ്സ് വെച്ച് ആ പാത്ത് കൊടുത്തു, കോൾ ചെയ്ത് ആ പ്രൊസീജിയറെ റൺ ചെയ്തു. ഇത്രയുമാണ് ചെയ്ത്. അപ്പോൾ നമ്മളതിൽ ഡീലിമിറ്റർ കമാൻഡ്സ് ഉപയോഗിച്ചത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡീലിമിറ്റർ കമാൻഡ്സ് നമ്മൾ കൊടുത്തിരുന്നു. ഇത് നോട്ട് പാർട്ട് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ പാർട്ടല്ല. ഓക്കെ, ഫസ്റ്റ് ഡീലിമിറ്റർ കമാൻഡ് ചേഞ്ച് ദ ഡിഫോൾട്ട് ഡീലിമിറ്റർ ടു ഒരു സിമ്പിൾ നമ്മൾ കൊടുത്തു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഡീലിമിറ്റർ കമാൻഡ് ചേഞ്ച് ദ ഡീലിമിറ്റർ ബാക്ക് ടു ദ ഡിഫോൾട്ട് വൺ വിച്ച് ഈസ് ദ സെമിക്കോളൻ. നമ്മുടെ സെമിക്കോളനിലേക്ക് മാറ്റും. ഓക്കെ, നമ്മൾ സെമിക്കോളൻ ഇട്ടാണ് ഓരോ കമാൻഡും എക്സിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ സെമിക്കോളൻ കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ നമ്മളൊരു സെമിക്കോളൻ ഇട്ട് ഡീലിമിറ്ററും എൻഡ് ചെയ്യണം. അത് കൊടുത്തില്ലെങ്കിൽ എറർ വരാറുണ്ട്. ഓക്കെ, ഇനി സ്റ്റോർഡ് പ്രൊസീജിയർ വിത്ത് 1 പാരാമീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതും നമുക്കൊരു ഫയൽ റൺ ചെയ്ത് നോക്കാം. ഇനി സോഴ്സ് ഫയൽ നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പാത്ത് കൊടുത്തല്ലോ, പാത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ SQL പ്രോംപ്റ്റിൻ്റെ വെളിയിലേക്ക് വരണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഹോമിലാണ്. അപ്പം നമ്മളതിന് ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, CD ഡെസ്ക്ടോപ്പ് LS നടിച്ചപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ CD ഡെസ്ക്ടോപ്പ് നടിച്ചു. ഓക്കെ, ഇവിടെ സ്റ്റോർഡ് എന്നുള്ളൊരു ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ LS നടിച്ച് നോക്കുമ്പോൾ സ്റ്റോർഡ് എന്നുള്ള ഒരു ഫോൾഡർ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് CD സ്റ്റോർഡ്. ഇപ്പോൾ നമ്മൾ ആ ഫോൾഡറിലേക്ക് എത്തി. ഇനി നമുക്ക് നമ്മുടെ MySQL റൺ ചെയ്യാം. sudo MySQL എന്നാണ് ഇതിൽ റൺ ചെയ്യുന്നത്. പാസ്വേഡ് കൊടുത്തു, MySQL പ്രോംപ്റ്റ് വന്നു. ഓക്കെ, ഇപ്പോൾ MySQL റൺ ചെയ്തിരിക്കുന്നത് സ്റ്റോർഡ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഡെസ്ക്ടോപ്പ് ഉള്ള സ്റ്റോർഡ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് MySQL വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സോഴ്സ് എന്നുള്ള പാത്ത് കൊടുക്കാതെ തന്നെ നമുക്കിത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ അടുത്ത പ്രോഗ്രാം അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 മെത്തേഡാണ് പ്രൊസീജിയർ റൺ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്ന്, നമുക്ക് സോഴ്സ് വെച്ചിട്ട് ആ പാത്ത് കൊടുത്തിട്ട് ചെയ്യാം. ഇനി പാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റോർഡ് വരെ എത്തിയിട്ടുണ്ട്, അതിലാണ് MySQL റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാരാമീറ്റർ വെച്ചിട്ടുള്ള ഒരു ഫയൽ, അതിന് ഞാൻ ഇവിടെ ഒരു ഫയൽ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അത് മൈ ഫയൽസ് എന്നുള്ള ഒരു പേരിൽ ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. myfiles.sql എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ആവശ്യമാണ്. അപ്പോൾ myfiles.sql എന്നാണ് ഞാൻ ഫയൽ നെയിം കൊടുത്തത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ കമാൻഡ് ചെയ്തതാണ് ഡ്രോപ്പ് പ്രൊസീജിയർ myfiles ഓൾറെഡി ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമ്മളത് ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡീലിമിറ്റർ നമ്മളെല്ലാ പ്രോഗ്രാമിലും ഇതേ ഫോളോ ചെയ്യണം. ഡീലിമിറ്റർ 2 ക്യാരക്ടർ കൊടുത്തു, സെമിക്കോളനൊന്നും വേണ്ട. ക്രിയേറ്റ് പ്രൊസീജിയർ myfiles, എന്താണ് പ്രൊസീജിയർ നെയിം അതുതന്നെയാണ് ഫയൽ നെയിം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ക്രിയേറ്റ് പ്രൊസീജിയർ myfiles ബ്രാക്കറ്റിനുള്ളിൽ NAM എന്നുള്ള ഒരു വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ്, വാക്കർ ഓഫ് 20. അപ്പം ക്രിയേറ്റ് പ്രൊസീജിയർ myfile ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബിഗിൻ ചെയ്തു. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡ്സ് എന്നുള്ള ഒരു ടേബിൾ ഉണ്ടായിരിക്കണം, വേർ നെയിം ഈക്വൽ ടു നെയിം. നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററും അതിലുള്ള നെയിമുമായി മാച്ച് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻഡ് ആ ഡീലിമിറ്റർ എൻഡ് ചെയ്തു, വീണ്ടും ഡീലിമിറ്റർ സെമിക്കോളൻ. ഇത്രയുമാണ് നമ്മൾ ആ ഫയലിൽ myfiles.sql ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൽ സ്റ്റുഡ്സ് എന്നുള്ള ടേബിൾ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇതിപ്പം നമ്മൾ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. യൂസ് ഡാറ്റാബേസ് CTS3 എന്നുള്ള ഡാറ്റാബേസാണ് നമ്മുടെ. അതിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് നമുക്ക് ടേബിൾ ഷോ ചെയ്യാൻ പറ്റുള്ളൂ. ഷോ ടേബിൾസ്. ഓക്കെ, ഇപ്പം ഇതിൽ സ്റ്റുഡ്സ് പറഞ്ഞിട്ട് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഉള്ളത് സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡ്സ്. എന്തൊക്കെ വാല്യൂസ് ആണുള്ളത്? ഇപ്പോൾ ഇതിൽ 2 വാല്യൂസ് ഉണ്ട്. ഓക്കെ, റോൾ നമ്പറും നെയിമും കൊടുത്തിട്ടുണ്ട്. 101 സതീഷ്, 101 രാമു, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സോഴ്സ് വെച്ചിട്ട് നമ്മൾ കൊടുത്ത ഫയലിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റുഡ് എന്നുള്ളതിൽ സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡ്സ്, വേർ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററും ടേബിളിലുള്ള വേരിയബിളും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യാനായിട്ട് നമ്മൾ സോഴ്സ് പാത്താണ് നേരത്തെ കൊടുത്തത്. ഇനി സോഴ്സ് ഫയൽ നെയിം myfiles.sql. ഓക്കെ, സെമിക്കോളൻ കൊടുക്കുമ്പോൾ അത് റണ്ണായി. ഓക്കെ, എററൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കോൾ myfiles ബ്രാക്കറ്റിനുള്ളിൽ
സിംഗിൾ കോട്ട്സിൽ മുകളിലുള്ള ഒരു പേര് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ രാമു എന്നാണ് കൊടുക്കുന്നതെങ്കിൽ രാമു സിംഗിൾ കോട്ട്സിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ടേബിളിലുള്ള രാമു എന്ന് നെയിമായ ആ ഒരു റോ നമുക്ക് ഡിസ്പ്ലേ ആയി വന്നു. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോർഡ് പ്രൊസീജിയർ റൺ ചെയ്യുന്നതും അതിൽ വാല്യൂസ് റിട്രീവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് പാരാമീറ്ററും വിത്ത് പാരാമീറ്ററുമാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയറിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ കൂടുതൽ എക്സാമ്പിളുകളുമായി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ബൈ.